ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിരോധത്തിലായ CPM നേതൃത്വം പ്രതിരോധത്തിനായി നെട്ടോട്ടമോടുകയാണ്. തന്ത്രി അറസ്റ്റിലായതോടെ ചില കോണുകളിൽ നിന്നുള്ള പ്രതിഷേധം CPMനെയും സർക്കാരിനെയും കടുത്ത പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഇത് മറയ്ക്കാനും ജനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുമാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്ന MLAയുടെ അറസ്റ്റ് നാടകമെന്നും കടുത്ത ആരോപണം ഉയരുകയാണ്. സ്വർണ്ണപ്പാളികൾ കടത്തിയത് തന്ത്രി പറഞ്ഞതിനെ തുടർന്നാണെന്ന പത്മകുമാറിന്റെ മൊഴി CPM നിർദ്ദേശപ്രകാരമാണെന്ന ആരോപണവും നാട്ടിൽ പരസ്യമായ രഹസ്യമാണ്. തന്ത്രിയുടെ അറസ്റ്റിന് പിന്നാലെ ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ CPM ജില്ലാ നേതൃത്വം കടുത്ത പ്രതിരോധത്തിലായിരിക്കുകയാണ്. താന്ത്രിക കുടുംബങ്ങൾക്കും ഇവരുടെ താന്ത്രിക അവകാശങ്ങൾ ഏറെയുള്ള ക്ഷേത്രങ്ങളും ഈ ജില്ലകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിശ്വാസികളിൽ നിന്നും CPMനെതിരെ വിമർശനം ഉയരുകയാണ്. ദേവസ്വം മന്ത്രി അറിയാതെ എങ്ങനെ ശബരിമലയിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുമെന്നാണ് ചോദ്യം ഉയരുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ഏത് കാര്യങ്ങൾക്കും ദേവസ്വം മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള അനുവാദം വേണമെന്നാണ് ചട്ടം. ഈ സാഹചര്യത്തിലാണ് പത്മകുമാറും CPM നടത്തിയ ഗൂഢാലോചനയാണ് പുറത്തുവരുന്നത്. മന്ത്രിയെ ഒഴിവാക്കാൻ തന്ത്രിയെ കുടുക്കുകയാണെന്നാണ് ഉയരുന്ന ആരോപണം. അറസ്റ്റിലായ സമയത്തും കേസിന്റെ തുടക്കത്തിലും തന്ത്രിയെ പഴിചാരി പത്മകുമാർ നടത്തിയ പ്രസ്താവനകൾ CPM മുൻകൂട്ടി നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് വ്യക്തമാവുന്നത്. തന്ത്രിയുടെ നേതൃത്വത്തിലാണ് സ്വർണ്ണക്കൊള്ള നടത്തിയതെന്ന് വരുത്തി തീർത്ത കോടിക്കണക്കിന് അയ്യഭക്തരുടെ വിശ്വാസത്തെ വീണ്ടും വ്രണപ്പെടുത്താനായിരുന്നു പാർട്ടിയുടെ ശ്രമം. ഒപ്പം കൊള്ളയിലെ പാർട്ടിയുടെ പങ്കുമറയ്ക്കാനും ശ്രമം നടക്കുന്നതായും ആരോപണം ഉയരുന്നുണ്ട്. പാളികൾ സ്വർണ്ണം പൂശുന്നതിന് സ്പോൺസർ ചെയ്യാൻ തന്നെ അനുവദിക്കണമെന്ന് കാട്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് കത്ത് നൽകിയിരുന്ന പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ ഇതിന്റെ സൂചനയാണ്. ഇത്രയും വലിയ കൊള്ളയിലെ മുഖ്യപ്രതിയായിട്ടും പത്മകുമാറിനെ CPMൽ നിന്നോ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നിന്നോ പുറത്താക്കാത്തത് എന്തെന്നുള്ള ചോദ്യം ഉയരുകയാണ്. കൊള്ളയിൽ CPM ഉന്നതരുടെ കൂടുതൽ പങ്ക് പുറത്തുവരുമെന്ന ഭയം മൂലമാണെന്ന ആരോപണം ഇക്കാര്യത്തിൽ നേരത്തെ ഉയരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ അന്വേഷണം കടകംപള്ളി സുരേന്ദ്രനിലേക്ക് നീങ്ങിയാൽ പാർട്ടി പ്രതിരോധത്തിലാകും. തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിടാനും സാധ്യതയേറെയാണ്. ഈ കാരണത്താലാണ് പത്മകുമാറിനെ CPM സംരക്ഷിക്കുന്നത്. അഷ്റഫ് കരിപ്പായിൽ, ജയ് ഹിന്ദ് ന്യൂസ്.